പ്രവാചകന്മാർ ഒക്കെ വരുന്നത് സാമൂഹിക ക്രമങ്ങൾ നാശമാകുമ്പോൾ ആ സാമൂഹിക ക്രമങ്ങളെ നേരെ നിർത്താൻ വേണ്ടി വരുന്നവരാണ് പുണ്യപുരുഷന്മാർ. ഹിന്ദു മതത്തിലെ അവതാരങ്ങൾ എന്ന് പറയും. നബിയും സ്വഹാബിമാരും ഒക്കെ അവിടെ സദസ്സിൽ ഹാജരാകുമെന്ന് സ്ഥിരമായി പങ്കെടുക്കുമെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് തിജാനികൾ. ഇങ്ങനെ തുടങ്ങി ഒരുപാട് അബദ്ധവിശ്വാസമുള്ള തിജാനി തുരീഖത്ത് അദ്ദേഹം ബൈഅത്ത് ചെയ്യുകയും അതിൻ്റെ ഒരു സഹയാത്രികയായി മാറുകയും കേരളത്തിൽ ആ തിജാനി തുരീഖത്ത് കൊണ്ടുവരാൻ പരിശ്രമിക്കുകയും ഒക്കെ ചെയ്തപ്പോഴാണ് ഈ മാറ്റങ്ങൾ അദ്ദേഹത്തിനുണ്ടായത്. തുരീഖത്തുകാരുടെ അവസാനത്തെ വാദം യഥാർത്ഥത്തിൽ സർവമത സത്യവാദമാണ്. ഏതാണ് അതിലേക്കാണ് ഇപ്പോൾ ഇദ്ദേഹം മെല്ലെ 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 അടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് അദ്ദേഹം ഇപ്പോൾ ഏറ്റവും അവസാനം നടത്തിയ പ്രഭാഷണങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതിനൊക്കെ മനസ്സിലാവും. അള്ളാഹനെ ആരാധിക്കാനാണ് മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യമായി പഠിപ്പിച്ചത്. ഒമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അതുകൊണ്ട് അതാണ് പ്രവാചകന്മാരുടെ ദൗത്യം. ആ പ്രവാചകന്മാർ എല്ലാവരും അവരുടെ ദൗത്യം പൂർണ്ണമായും പൂർത്തീകരിച്ചിട്ടുണ്ട്. റഹ്മത്തുള്ള ഖാസിമി ഇന്ന് സമൂഹത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അബദ്ധജടിതമായ വിഷയങ്ങളെക്കുറിച്ചുള്ള വിശദീകരണമാണ്. ഇന്ന് പ്രവാചകന്മാരെക്കുറിച്ചും അതുപോലെ തന്നെ ഇസ്ലാം ദീനിനെക്കുറിച്ചുമൊക്കെ ആദ്യ കാലഘട്ടങ്ങളിൽ ഏറ്റവും നല്ല രൂപത്തിൽ സംസാരിച്ച് ഇസ്ലാമിൻ്റെ ആദർശങ്ങളെ സമൂഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരു വ്യക്തി നേരെ അതിൻ്റെ വിപരീത വശങ്ങൾ പഠിപ്പിച്ച് സമൂഹത്തെ തിന്മയിലേക്ക്, തെറ്റിലേക്ക്, അബദ്ധ വിശ്വാസങ്ങളിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രവാചകന്മാർ ഒക്കെ വരുന്നത് സാമൂഹിക ക്രമങ്ങൾ നാശമാകുമ്പോൾ ആ സാമൂഹിക ക്രമങ്ങളെ നേരെ നിർത്താൻ വേണ്ടി വരുന്നവരാണ് പുണ്യപുരുഷന്മാർ. ഹിന്ദു മതത്തിലെ അവതാരങ്ങൾ എന്ന് പറയും. പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഇത് അർജുനനോട് ഗീതോപദേശിക്കാണ് കൃഷ്ണൻ. അപ്പോൾ എവിടെയൊക്കെ അധർമ്മം വരുന്നു ആ അധർമ്മത്തിനെ മാറ്റിയിട്ട് ധർമ്മം സ്ഥാപിക്കാൻ സാധാരണ മനുഷ്യർക്ക് കഴിയാതെ വരും. അപ്പോഴാണ് ഈ വലിയൊരു വ്യക്തി എന്നൊരു കൺസെപ്റ്റിലേക്ക് ചരിത്രം വരുന്നത്. ആദ്യത്തെ ചോദ്യം, ഈ പ്രവാചക സങ്കല്പം എന്നത് ഇസ്ലാമിൽ എങ്ങനെയാണ് ഇദ്ദേഹത്തിന് ഇത് പറയാൻ സാധിച്ചിട്ടുള്ളത് എന്നാണ്. അൽഹംദുലില്ലാഹ് വസ്സല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. ഖാസിമിയുടെ സംസാരത്തിൻ്റെ ചില ഭാഗങ്ങളാണ് നമ്മൾ കേട്ടത്. അപ്പം അദ്ദേഹം ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസങ്ങളെക്കുറിച്ച് തീർത്തും അജ്ഞതയുള്ള ആളെപ്പോലെയാണ് സംസാരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇസ്ലാമിലെ പ്രവാചക സങ്കല്പവും അതേപോലെ തന്നെ ഹിന്ദു മതത്തിലുള്ള സങ്കല്പവും തീർത്തും വ്യത്യസ്തമാണ്. അവതാര സങ്കല്പമല്ല ഇസ്ലാമിലെ പ്രവാചക സങ്കല്പം. അള്ളാഹു സുബ്ഹാനഹു തആല മനുഷ്യന് നൽകിയിട്ടുള്ള സന്തോഷ വാർത്തയാണ് പ്രവാചകന്മാരെ നിയോഗിച്ചയക്കും. ആ പ്രവാചകന്മാരെ അനുധാവനം ചെയ്യുകയും പ്രവാചകന്മാരുടെ അധ്യാപനങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നവർക്ക് സ്വർഗം തിരിച്ചു പിടിക്കാൻ സാധിക്കുന്നുള്ളത്. സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുന്ന സന്ദർഭത്തിൽ തന്നെ അള്ളാഹു പറഞ്ഞ എന്താണ്? ഖുൽ നഹ്ബിതു മിൻഹാ ജമീഅ ഫഇമ്മാ യഅ്തിയന്നകും മിന്നി ഹുദൻ ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. നിങ്ങൾ പൂർണ്ണമായും സ്വർഗ്ഗലോകത്തു നിന്ന് പുറത്തു പോവുക. എന്നിട്ട് ഭൂമിയിൽ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ജീവിക്കണമെന്നുള്ളതിൻ്റെ കൃത്യമായ മാർഗദർശനം അള്ളാഹു തിരഞ്ഞെടുക്കുന്ന പ്രവാചകന്മാരിലൂടെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. അത് സ്വീകരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, ആ മാർഗദർശനം പിൻപറ്റുന്നവരെ സംബന്ധിച്ചിടത്തോളം ഭയപ്പെടേണ്ടതില്ല, അവർക്ക് ദുഃഖിക്കേണ്ടി വരികയില്ല. എല്ലാ സമൂഹത്തിലേക്കും അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിച്ചയച്ചിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ തന്നെ നമുക്ക് കണ്ണോടിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നൊരു വസ്തുതയാണ്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല. എല്ലാ ഉമ്മത്തിലേക്കും, എല്ലാ സമുദായത്തിലേക്കും ദൂതനെ നിയോഗിച്ചയച്ചിട്ടുണ്ട്. ആ ദൂതൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യാപനം എന്തായിരുന്നു? അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന ദുർമൂർത്തികളെല്ലാം വെടിയണം എന്നുള്ളതാണ് ഇസ്ലാമിക അധ്യാപനങ്ങളിൽ ഏറ്റവും അടിസ്ഥാനപരമായത്. ഇത് പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു തആല പ്രവാചകന്മാരെ നിയോഗിച്ചയച്ചതെന്ന് വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ച് പഠിപ്പിക്കുന്നത് നമുക്ക് കാണാം. പ്രവാചകന്മാർ എന്നുള്ള അധ്യായമുണ്ട് വിശുദ്ധ ഖുർആനിൽ, 21-ാമത്തെ അധ്യായം. ആ പ്രവാചകന്മാരെന്ന അധ്യായത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നു, വമാ അർസൽനാ മിൻ ഖബലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ.
അള്ളാഹനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് എല്ലാ പ്രവാചകന്മാരെയും അയച്ചത്. അതിനല്ലാതെ ഒരു പ്രവാചകനെയും നിയോഗിച്ചയച്ചിട്ടില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമതായി നിയോഗിക്കപ്പെട്ട നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദൗത്യത്തെക്കുറിച്ച് പറയണത് എന്താണ്? യാ ഖൗം യഅ്ബുദുല്ലാ, സമൂഹമേ നിങ്ങൾ അള്ളാഹനെ ആരാധിക്കണം. ഇത് ഓരോ പ്രവാചകന്മാരെയും പ്രത്യേകം പ്രത്യേകം വിളിച്ച് അള്ളാഹു സുബ്ഹാനഹു തആല നിർദ്ദേശിച്ചതായി സൂറത്ത് അറാഫിൻ്റെ 59-ാമത്തെ വചനം, അതേപോലെ തന്നെ 65-ാമത്തെ വചനം, 73-ാമത്തെ വചനം, 85-ാമത്തെ വചനം, സൂറത്ത് ഹൂദിൻ്റെ 25-26 വചനങ്ങൾ, സൂറത്ത് ഹൂദിൻ്റെ 50-ാമത്തെ വചനം, 61-ാമത്തെ വചനം, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം വരെ പറഞ്ഞതെന്താണ്? എന്നെയും നിങ്ങളുടെയും റബ്ബായ ലോകത്തിൻ്റെ സൃഷ്ടാവായ റബ്ബിനെ ആരാധിക്കണം. ഇതെല്ലാ പ്രവാചകന്മാരും ഒരുപോലെ പഠിപ്പിച്ചതാണ്, അതിനുവേണ്ടി നിയോഗിച്ചതാണ്. ആ സന്ദർഭത്തിൽ പ്രവാചകന്മാർ നിയോഗിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ എന്തുണ്ടാവും? അവിടെ ഉണ്ടാകുന്ന സാമൂഹിക തിന്മകൾക്കെതിരെയും പ്രവാചകന്മാർ ശക്തമായ രൂപത്തിലുള്ള പ്രബോധന പ്രവർത്തനങ്ങളും ബോധവൽക്കരണങ്ങളും നടത്തിയിട്ടുണ്ട്. എന്നാൽ ഏറ്റവും മൗലികമായി പ്രവാചകന്മാർ പഠിപ്പിച്ചത് അള്ളാഹുവിനെ ആരാധിക്കണം എന്നാണ്. കാരണം അതാണ് ഒരു മനുഷ്യൻ്റെ വിജയത്തിൻ്റെ മാർഗം. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും. അള്ളാഹുവിനെ പരിചയപ്പെടുത്തുക. അള്ളാഹുവിൻ്റെ ഏറ്റവും മഹത്തായ നാമം എന്ന് പറയുന്നത് അള്ളാഹ്, ജലാലത്തിൻ്റെ ഇസ്മ്. അതെന്താണ്? സാക്ഷാൽ ആരാധ്യൻ എന്നാണ്. ആ സാക്ഷാൽ ആരാധ്യൻ ആരാണ്? അള്ളാഹുവാണ്. എന്തുകൊണ്ട്? അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചു, പരിപാലിച്ചു, സംരക്ഷിച്ചു, എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കി. ആകാശത്തെ സംവിധാനിച്ചു, ഭൂമിയെ സംവിധാനിച്ചു, നമുക്ക് ശ്വസിക്കാനുള്ള വായു തന്നു, കുടിക്കാനുള്ള വെള്ളം തന്നു. ഇങ്ങനെ സകലമാന സംവിധാനങ്ങളും ഒരുക്കി അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും അവൻ്റെ കൽപ്പനകളും അവൻ്റെ നിർദ്ദേശങ്ങളും സ്വീകരിക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരാൾ സൂക്ഷ്മതയുള്ളവനായി മാറുന്നത്. ഈ സൂക്ഷ്മതാബോധത്തോടു കൂടി ജീവിച്ചുകൊണ്ട് അള്ളാഹനെ ആരാധിക്കാനാണ് മനുഷ്യൻ്റെ സൃഷ്ടിപ്പിന് ലക്ഷ്യമായി പഠിപ്പിച്ചത്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അതുകൊണ്ട് അതാണ് പ്രവാചകന്മാരുടെ ദൗത്യം. ആ പ്രവാചകന്മാർ എല്ലാവരും അവരുടെ ദൗത്യം പൂർണ്ണമായും പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇബ്രാഹിം നബി പൂർത്തീകരിച്ചിട്ടുണ്ട്, മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ ഒരു വലിയ ദൗത്യം അള്ളാഹു ഏൽപ്പിച്ചത് ഭംഗിയായി. ഇബ്രാഹിം അല്ലദീ വഫ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഇബ്രാഹിം നബിയെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ എല്ലാ പ്രവാചകന്മാരും ചെയ്തതാണ്. അതിന് ഘടകവിരുദ്ധമായാണ് നമ്മുടെ ഖാസിമി സംസാരിക്കുന്നത്. അദ്ദേഹത്തിന് ഇത് മനസ്സിലാകാത്തത് കൊണ്ടാണോ എന്തോ എന്ന് മനസ്സിലാകുന്നില്ല. ഒരു ഇസ്ലാമിൻ്റെ ബാലപാഠങ്ങൾ അറിയുന്ന ചെറിയ കുട്ടികൾക്ക് പോലും അറിയാവുന്നൊരു വസ്തുതയെ അദ്ദേഹം തമസ്കരിക്കുകയും ചില താല്പര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം മാറ്റിപ്പറയുകയും പല സന്ദർഭങ്ങളിലും അദ്ദേഹം ഇതേ രൂപത്തിലുള്ള സംസാരങ്ങൾ നടത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമുക്കെല്ലാവർക്കും ചെയ്യാനുള്ളത് ഹിദായത്തിൽ നിലനിൽക്കുന്നതിന് വേണ്ടി അള്ളാഹുവോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. റബ്ബന ലാ തുസിയ ഖുലൂബന, അത് അദ്ദേഹത്തിനും അങ്ങനെ ഉണ്ടാകണം, നമുക്കും ഉണ്ടാകണം. ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിച്ച ഈ ഹിദായത്തിൻ്റെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകരുത്. അതിലേക്ക് നമ്മളെ വഴി നടത്തുന്നതിന് വേണ്ടിയാണ് പ്രവാചകന്മാർ വന്നിട്ടുള്ളത്. ആ സിറാത്തുൽ മുസ്തഖീമിലൂടെ മുന്നോട്ട് പോകുവാൻ അദ്ദേഹത്തിനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിന് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ജസാക്കുമുല്ലാഹ് ഖൈർ. ഇസ്ലാമിൻ്റെ ബാലപാഠം അതുപോലും മാറ്റിത്തിരുത്തിക്കൊണ്ടാണ് ഇവിടെ ഖാസിമി സംസാരിച്ചിട്ടുള്ളത്. ആയിഷ റളിയല്ലാഹു അൻഹയോട് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം തന്നെ കള്ളു കുടിക്കരുത്, വ്യഭിചരിക്കരുത് എന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഒരിക്കലും ആളുകളത് സ്വീകരിക്കില്ല. ആദ്യം റബ്ബിനെക്കുറിച്ച് പഠിപ്പിച്ചു, പിന്നെ ആഖിറം, അതുപോലെ പ്രവാചകൻ, ഇവരെക്കുറിച്ചെല്ലാം കൃത്യമായി പഠിപ്പിച്ചതിന് ശേഷമാണ് ഇത്തരം തിന്മകളിൽ നിന്ന് ആളുകളെ നന്മയിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. അതാണ് അവർക്ക് മാറ്റത്തിന് കാരണമെന്നും ആയിഷ റളിയല്ലാഹു അൻഹ പഠിപ്പിക്കുമ്പോൾ ഏതൊരു ചെറിയ കുട്ടിക്കും അറിയുന്ന കാര്യമാണ് ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതുപോലെ അതിനു മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാർ, ദൂതന്മാർ, അത് അള്ളാഹു സുബ്ഹാനഹു തആല തിരഞ്ഞെടുത്തതാണ് എന്നും അതിലൂടെ റിസാലത്ത് നൽകപ്പെട്ടിട്ടുണ്ട് എന്നും അതിലൂടെയാണ് അള്ളാഹുവിൻ്റെ വഹിപ്രകാരം സമൂഹത്തെ ബോധവൽക്കരിക്കപ്പെടുന്നു എന്നതും എല്ലാം കൃത്യമായി ഇസ്ലാമിൻ്റെ അധ്യാപനം നിലനിൽക്കെ തന്നെ ഈ റഹ്മത്തുള്ള ഖാസിമി കുറഞ്ഞതൊരു 5 വർഷമെങ്കിലും ഈ പറഞ്ഞ മതവിജ്ഞാനം നേടിയ ഒരു പണ്ഡിതനെന്ന് അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണല്ലോ. എന്നിട്ടും ഇദ്ദേഹം എന്തുകൊണ്ടാണ് ഈ രൂപത്തിൽ മാറ്റിപ്പറയുന്ന സാഹചര്യമുണ്ടായത്? യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു മാറ്റത്തിൽ നമ്മുടെ ശരിയായ പ്രമാണങ്ങളും ഇസ്ലാമിക ചരിത്രവും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതപ്പെടാനില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അദ്ദേഹം ആദ്യകാലത്ത് വളരെ നല്ല പ്രഭാഷണം നിർവഹിച്ച് ആയിരക്കണക്കായ ആളുകൾക്ക്
ഒരു വെളിച്ചം കിട്ടാനൊക്കെ പലപ്പോഴും നിമിത്തമായി മാറിയ പ്രഭാഷകൻ തന്നെയാണ്. ഖുർആൻ പ്രഭാഷകൻ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ഖുർആൻ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. നല്ല കുറേ സംസാരങ്ങൾ ഒരു 15 വർഷം മുമ്പ് അദ്ദേഹം റമദാനിലും അല്ലാതെയും ഒക്കെ കോഴിക്കോട് നഗരം കേന്ദ്രീകരിച്ച് വരെ റമദാനിലൊക്കെ വലിയ ശ്രദ്ധേയമായ പ്രഭാഷണം നിർവഹിച്ച ഒരു വ്യക്തിയാണ്. സാധാരണക്കാരെ ഖുർആനിലേക്ക് അതെ, അടുപ്പിച്ച വ്യക്തിയാണ്. ഖുർആൻ പഠിക്കാനും അതിലേക്ക് ആകർഷിക്കാനൊക്കെ അദ്ദേഹത്തിൻ്റെ സംസാരങ്ങൾ നിമിത്തമായിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം പിന്നീട് ഈ തീജാനി ത്വരീഖത്ത് എന്ന് പറയുന്ന ത്വരീഖത്തിൽ പോയി ബൈഅത്ത് ചെയ്യുകയും അതിൻ്റെ ഒരു സഹയാത്രികനായി മാറുകയും ചെയ്തു. അതിനു ശേഷമാണ് ഈ മാറ്റങ്ങളൊക്കെ അദ്ദേഹം നമ്മൾ കണ്ടു തുടങ്ങിയത്. യഥാർത്ഥത്തിൽ അതൊരു യാഥാർത്ഥ്യവുമാണ്. ത്വരീഖത്തുകാർ കൊടുത്ത സൂഫിസത്തിന് പിന്നാലെ പോയാൽ എന്തായിരുന്നാലും അവരുടെ എല്ലാം അട്ടിമറിയും. ഇസ്ലാമിൻ്റെ അടിസ്ഥാനം തന്നെ തസവുഫിൽ പറ്റുന്നതാണല്ലോ. ആ ഒരു മാറ്റമാണ് നാം ഇദ്ദേഹത്തിനും കാണുന്നത്. ആണ് അദ്ദേഹം പലതിലും മാറ്റിപ്പറഞ്ഞു. അദ്ദേഹം ശക്തമായി പല തൗഹീദ് പോലും അദ്ദേഹം പിന്നീട് മാറ്റിപ്പറയുന്ന സാഹചര്യമുണ്ടായി. പടച്ചറബിൽ പങ്കുചേർക്കുന്ന വ്യത്യസ്തമായ വഴികളെപ്പറ്റി എത്രയാണ് അദ്ദേഹം അന്നത്തെ കാലത്തൊക്കെ സംസാരിച്ചത്. വ്യാജസിദ്ധന്മാർ, തങ്ങന്മാർ, ബീവിമാർ തുടങ്ങി വ്യത്യസ്ത പേരിൽ വരുന്ന ചികിത്സാലികൾ, ആളുകളെ ആശാകേന്ദ്രങ്ങളായി മാറുന്ന അത്തരം കേന്ദ്രങ്ങളെപ്പറ്റിയൊക്കെ വളരെ നിശ്ചലമായി അദ്ദേഹം വിമർശിച്ച സംസാരങ്ങൾ നമുക്കിപ്പോഴും ലഭ്യമാണ്. ഖബറുകളുമായി ബന്ധപ്പെട്ട അനാചാരങ്ങൾ, മക്ബറ കച്ചവടങ്ങൾ, ഇതിനെക്കുറിച്ചെല്ലാം അദ്ദേഹം വളരെ ശക്തമായ ഭാഷയിൽ ആ സമയത്തൊക്കെ സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ തിജാനി ത്വരീഖത്ത് എന്ന് പറയുന്ന വളരെ അപകടം പിടിച്ച ഒരു ത്വരീഖത്ത്, നാം മുമ്പ് നമ്മൾ പ്രൂഫ് പോയിന്റിൽ തന്നെ തിജാനി ത്വരീഖത്ത് വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. അഹമ്മദ് തിജാനി എന്നറിയപ്പെടുന്ന ഏകദേശം ഒരു 200 കൊല്ലം മുമ്പ് ജീവിച്ച ഒരു മനുഷ്യൻ രൂപകൽപ്പന ചെയ്ത ഒരു ത്വരീഖത്ത്, വിശുദ്ധ ഖുർആനേക്കാളും മഹത്വം അവരുടെ ത്വരീഖത്തിലുള്ള സ്വലാത്തിലുണ്ട് എന്നും ആ സ്വലാത്ത് ഒരു വട്ടം ചൊല്ലിയാൽ 6000 തവണ ഖുർആൻ ഓതുന്നതിനേക്കാളും മെച്ചമാണ് എന്നും വരെ വിശ്വസിക്കുന്നവരാണ് തീജാനികൾ. നബിയും സ്വഹാബിമാരുമൊക്കെ അവരുടെ സദസ്സിൽ ഹാജരാകുമെന്ന്, സ്ഥിരമായി പങ്കെടുക്കുമെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് തീജാനികൾ. ഇങ്ങനെ തുടങ്ങി ഒരുപാട് അബദ്ധവിശ്വാസമുള്ള തീജാനി ത്വരീഖത്ത് അദ്ദേഹം ബൈഅത്ത് ചെയ്യുകയും അതിൻ്റെ ഒരു സഹയാത്രികയായി മാറുകയും കേരളത്തിൽ ആ തീജാനി ത്വരീഖത്ത് കൊണ്ടുവരാൻ പരിശ്രമിക്കുകയുമൊക്കെ ചെയ്തപ്പോഴാണ് ഈ മാറ്റങ്ങൾ അദ്ദേഹത്തിനുണ്ടായത്. ത്വരീഖത്തുകാരുടെ അവസാനത്തെ വാദം യഥാർത്ഥത്തിൽ സർവമത സത്യവാദമാണ്. ഏതാണ് അതിലേക്കാണ് ഇപ്പോൾ ഇദ്ദേഹം മെല്ലെ അടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് അദ്ദേഹം ഇപ്പോൾ ഏറ്റവും അവസാനം നടത്തിയ പ്രഭാഷണങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതിനൊക്കെ മനസ്സിലാവും. ഹൈന്ദവരെ ഏറെ പുകഴ്ത്തിക്കൊണ്ടും അവരുടെയൊക്കെ ഒരുപാട് മേന്മകൾ പറഞ്ഞുകൊണ്ടും അദ്ദേഹം ഒരു സംസാരം നടത്തിയിട്ട് മാസങ്ങളായുള്ളൂ. അതിനുശേഷം ക്രിസ്തുമതം ഒരു നല്ല മതമാണ്, സത്യമുള്ള മതമാണ്, കരുണയുള്ള മതമാണ്, സ്നേഹമുള്ള മതമാണ് എന്ന് പറഞ്ഞ് ക്രിസ്തുമതത്തിന് ഒരുപാട് മേന്മകളെ പറയുന്ന സംസാരം ഈ അടുത്ത ദിവസങ്ങളിൽ അദ്ദേഹം നിർവഹിച്ചു. ഇപ്പം നമ്മൾ കേട്ട ക്ലിപ്പിൽ പറഞ്ഞതുപോലെ ഇസ്ലാമിലെ പ്രവാചക സങ്കല്പത്തെ തന്നെ അട്ടിമറിച്ചുകൊണ്ട്, അത് അവതാര സങ്കല്പം കൊണ്ട്, ഹൈന്ദവ വേദങ്ങളിൽ പറയുന്ന അവതാര സങ്കല്പം അത് തന്നെയാണ് ഇസ്ലാമിൻ്റെ പ്രവാചക സങ്കല്പം എന്ന് സ്ഥാപിച്ചെടുക്കാനാണ് ഇപ്പോൾ അയാൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പ്രവാചകന്മാരെക്കുറിച്ച്, മഹാന്മാരെക്കുറിച്ച്, പടച്ചറബിനെക്കുറിച്ച്, ഇസ്ലാമിനെക്കുറിച്ച് എല്ലാമുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ മാറുകയും ആദം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം മനുഷ്യപിതാവാണോ അല്ലേ എന്നിപ്പോൾ സംശയമുണ്ട് എന്നും എനിക്കതിൽ പുതിയ തെളിവുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുമൊക്കെയുള്ള വെളിപാടുകൾ പോലും ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു അത്ഭുതമില്ല. ഇമാം ഷാഫി റഹിമഹുല്ലാഹ് അദ്ദേഹം പഠിപ്പിച്ച യാഥാർത്ഥ്യമാണ്, ഒരു മനുഷ്യലോ അന്ന റജുലൻ തസവ്വഫ അവ്വലൻ നഹാർ ലാ യഅതി ളുഹുർ ഹത്താ യസീഖ അഹ്മഖ് എന്നാണ്. ഒരു മനുഷ്യൻ പ്രഭാതത്തിൽ സൂഫിയായി മാറിയാൽ ഉച്ചയാകുമ്പോഴേക്കും അയാൾ പമ്പര വിഡ്ഢിയായി മാറാതിരിക്കുകയില്ല എന്ന് ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പഠിപ്പിച്ചതിൻ്റെ ഒരു പൂർത്തീകരണം. അത് ലോക ചരിത്രത്തിൽ ഒരുപാട് സൂഫികൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ജീവിക്കുന്ന തെളിവ്. അബൂ യസീദ് ബിസ്താമിയെപ്പോലെ, ഇബ്നു അറബിയെപ്പോലെ ഒക്കെയുള്ള ധാരാളം സൂഫി ആളുകൾ ഇതേ വഴിയിൽ പഴയ കാലത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിന് ജീവിക്കുന്ന തെളിവാണ് യഥാർത്ഥം നമ്മൾ ഇപ്പോൾ ഇദ്ദേഹത്തിലൂടെ കണ്ടത് എന്ന് മാത്രം. ഇപ്പോൾ ഏറ്റവും അവസാനം അദ്ദേഹം തന്നെ പറഞ്ഞ ഒരു പ്രസംഗം നമുക്കത് കേൾക്കാം. അദ്ദേഹം പറഞ്ഞത്, ഇപ്പം എന്നെ ആർക്കും പ്രസംഗിക്കാൻ വിളിക്കാൻ ധൈര്യമില്ല, പേടിയാണ്, കാര്യം എന്താണ് പറയാമെന്ന് അവർക്ക് അറിയില്ല എന്നത് അദ്ദേഹം തന്നെ പറയുന്നൊരു ഭാഗമുണ്ട്. അതൊന്ന് കേൾക്കാം നമുക്ക്. എന്നെ സ്നേഹിക്കുന്ന മനുഷ്യന്മാരാണ് വളരെ കുറവാണ്. കുറഞ്ഞ മനുഷ്യന്മാർക്ക് എന്നെ ഇഷ്ടമുണ്ടാവുള്ളൂ. കാരണം എന്താ ഇയാൾ പറയാന്നറിയില്ല എന്ന് എല്ലാവരും. ഇന്റെ കാര്യം അങ്ങനെ തന്നെ. ഞാൻ എന്താ പറയാന്ന് എനിക്ക് തന്നെ അറിയില്ല.
അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറഞ്ഞ മനുഷ്യന്മാർക്ക് ഇന്ന ഇഷ്ടമാണ്. അതിൽപ്പെട്ട ഒരാളാണ് അബ്ബാസ് ഫൈസി. അപ്പോൾ എന്താ പറയാന്ന് അദ്ദേഹത്തെ തന്നെ അറിയാതാണ്. ഞാനെന്ത് പറയുമെന്ന് എനിക്ക് തന്നെ അറിയുകയില്ല. അതാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞ പ്രഭാതത്തിൽ സൂഫിയായാൽ ഉച്ചയാകുമ്പോഴേക്ക് അഹ്മക്കായി മാറും എന്ന് പറയുന്ന ആശയം. അതുമാത്രമല്ല ഇമാം ഷാഫി റഹിമഹുല്ലാഹ് ഒന്നുകൂടി കടന്നുകൊണ്ട് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ യൂനുസ് ബിൻ അബ്ദുൽ അഅ്ല റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, സമീഅ്തു ഷാഫിഇയ്യ യഖൂൽ, ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറയുന്നതായി ഞാൻ കേട്ടു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നു, സ്വഹിബ്തു സൂഫിയ, ഞാൻ സൂഫികളുമായി സഹവസിച്ചു, അവരുമായി ഇടകലർന്ന് അവരുടെ എന്താ അവരുടെ സാഹചര്യം, എന്താണ് അവരുടെ ഒരു വിശ്വാസം പഠിക്കാൻ വേണ്ടി ഇമാം ഷാഫി അവരുമായി ഒന്ന് സഹവസിച്ച് നോക്കിയതാണ്. അതിന് മാ റഅയ്തു ഫീഹിം ആഖിലൻ, അവരുടെ കൂട്ടത്തിൽ ബുദ്ധിയുള്ള ഒരാളെപ്പോലും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല എന്ന് ഇമാം ഷാഫി. ഇല്ലാ മുസ്ലിമുൽ ഖവ്വാസ്, മുസ്ലിമുൽ ഖവ്വാസ് എന്ന് പറയുന്ന ഒരു ആലിമുണ്ട്, സൂഫിയാണത്. മുസ്ലിമുൽ ഖവ്വാസ് മാത്രമാണ് ആ കൂട്ടത്തിൽ ബുദ്ധിയുള്ള ഒരാളെ ഞാൻ കണ്ടത്, ബാക്കി ഒരാളെയും ബുദ്ധിയുള്ള ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. അതേപോലെ മാ ലസിമ അഹദുൻ അസൂഫിയത്ത 40 യൗമൻ, ഏതെങ്കിലും ഒരാൾ 40 ദിവസം സൂഫികളെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ മാ ലസിമ എന്ന അവരെ കൂടെ കൂടുകയും അവരോടൊപ്പം സഹവസിച്ച് ഇടകർന്ന് പോവുകയും ചെയ്യുകയാണെങ്കിൽ ഫഅഅദ അഖ്ലുഹു ഇലൈഹി അബദ, ഒരു കാലത്തും പിന്നെ അയാളുടെ ബുദ്ധി തിരിച്ചിട്ടില്ല. അത്ര ശക്തമായി ഇമാം ഷാഫി പറയുന്നു. ഇബ്നുൽ ജൗസിയുടെ തൽബീസ് ഇബ്ലീസ് എന്ന കിതാബിൽ ഇമാം ഷാഫിയുടെ ഈ വാചകങ്ങളെല്ലാം എടുത്തു കൊടുത്തത് കാണാൻ കഴിയും. അപ്പോൾ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞ ഈ യാഥാർത്ഥ്യങ്ങൾ അത് എല്ലാ കാലത്തും നിത്യപ്രസക്തമാണ് എന്നതിന് ജീവിക്കുന്ന തെളിവാണ് ഇപ്പോൾ കാണുന്നത്. ഇത് അദ്ദേഹം തന്നെ അവസാനം പറയുന്നുണ്ട്, എനിക്ക് ഒരു പ്രത്യേകതരം മാനസികമാണ് എന്ന് അദ്ദേഹം തന്നെ പറയുന്ന ഒരു ചെറിയ കഷ്ടം കൂടെ നമുക്ക് കേട്ടാൽ അത് പൂർത്തിയാകും. കാര്യമില്ല, കാരണം ഞാനീ പറഞ്ഞ നിങ്ങളെ തലയ്ക്കൂല. ഇയാളൊരു പിരാന്താണ്, എനിക്കെന്നെ അറിയാം എനിക്ക് പിരാന്താണ്, എനിക്കറിയടോ എനിക്ക് പിരാന്താണ്, എനിക്ക് വേറെ പിരാന്താണ്. അതെ, ഇതൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ ഒരു പ്രയാസിക്കാൻ വേണ്ടി അല്ല കേൾപ്പിക്കുന്നത്. അതാണ് ശരിക്കും ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞത്, ഇവരുടെ കൂടെ കൂടിയാൽ മാ ആദ അഖ്ലുഹു ഇലൈഹി അബദ, ഒരിക്കലും പിന്നെ അയാളുടെ ബുദ്ധി തിരിച്ചു കിട്ടില്ല. അപ്പോൾ ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ 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 വലിയ ചളിക്കുഴിയിലേക്ക് അദ്ദേഹം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. ആ തസൗഫ് ഒഴിവാക്കി, ആ ത്വരീഖത്ത് ഒഴിവാക്കി, അതിനൊക്കെ തൗബ ചെയ്തു മടങ്ങി വിശുദ്ധ ഖുർആനിൻ്റെ കൂടെ അദ്ദേഹം നേരത്തെ തുടങ്ങി വെച്ചിരുന്ന ആ ഒരു പ്രയാണം അത് തുടർന്നു കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ഖുർആൻ്റെയും ഹദീസിനെയും കൂടെ സഹവസിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ രക്ഷപ്പെട്ടേക്കാമെന്നല്ലാതെ ഇതിൽ നമുക്ക് അത്ഭുതപ്പെടാനില്ല. ഇത് അഹ്ലുസുന്നയുടെ ഇമാം ഷാഫി റഹിമത്തുള്ളാഹി അന്ന് പഠിപ്പിച്ച ആ യാഥാർത്ഥ്യം. അപ്പം അന്ന് ഈജിപ്തിലും ഇറാഖിലുമൊക്കെ ഇമാം ഷാഫി കണ്ട ആദ്യകാല സൂഫികൾ, ആ സൂഫികളുമായി ഏതാനും ദിവസങ്ങളോ മറ്റോ സാവസിച്ചപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ഒരു തിരിച്ചറിവ്, ആ തജ്രിബ കൊണ്ടാണ് ഇമാം ഷാഫി റഹിമത്തുള്ളാഹി അത്രയും വലിയ ഒരു വചനം പറഞ്ഞു വെച്ചത്. അത് അതേപടി ഇപ്പോഴും പുതിരുന്നത് നമ്മളിവിടെ കാണുകയാണ്. ഏതായാലും ത്വരീഖത്തിൻ്റെ അപകടം, തസവുഫിൻ്റെ സ്വാധീനം എത്ര വലിയൊരു ആലിമിനെയും എത്ര വലിയ ബുദ്ധിമാനെയും എങ്ങനെ വരെ ഇത് സ്വാധീനിക്കുമെന്നതൊക്കെ നമുക്കിതിൽ നിന്ന് പാഠമുണ്ട്. പടച്ചിറപ്പ് നമ്മെ എല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ എന്നാണ് സാന്ദർഭികമായി പ്രാർത്ഥിക്കാനുള്ളത്. ജസാക്കുമുല്ലാഹ് ഖൈർ. ഒരു വലിയൊരു തിരിച്ചറിവാണ് ഇവിടെ ഉണ്ടാകേണ്ടത്. ഉസ്താദ് പറഞ്ഞതുപോലെ തന്നെ എത്ര വലിയ ആലിമാണെങ്കിലും ഈ ഒരു വഴിവിട്ട മാർഗത്തിലേക്ക് സഞ്ചരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ബുദ്ധി മാത്രമല്ല ദുനിയാവും പരലോകവും നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകും. അള്ളാഹു അത്തരം സാഹചര്യങ്ങളിൽ നിന്നെല്ലാം നമ്മെ സംരക്ഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.